ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. തുടരുമെന്ന ലാലേട്ടൻ്റെ പുതിയ സിനിമയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ കുറച്ച് നാൾ മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ ചെക്കോവ്സ് ലോ എന്ന് പറയുന്ന ഒരു ലോയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആക്റ്റിൽ ഒരു ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗൺ തേർഡ് ആക്റ്റിൽ ഫയർ ചെയ്യും. ഏതൊരു എലമെൻറ്റും കഥയിൽ ഏതെങ്കിലും എലമെൻറ്റ് ഫസ്റ്റ് ആക്റ്റിൽ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തേർഡ് ആക്റ്റ് ആകുമ്പം ആ എലമെൻറ്റ് യൂസ് ചെയ്തിരിക്കും. തുടരും എന്ന സിനിമയിലും അത്തരത്തിലൊരു കഥ ആഖ്യാന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അതായത് സിനിമയുടെ ആദ്യം നമ്മുടെ മുന്നിലേക്ക് കാർ, ഒരു ബ്ലാക്ക് അംബാസഡർ കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു സാധാരണ വണ്ടി പോലെ. പക്ഷെ പിന്നീട് ആ കഥയുടെ ഗതി നിർണ്ണയിക്കുന്നതും കഥ എങ്ങോട്ട് പോകും തീരുമാനിക്കുന്നതെല്ലാം ഈ കാർ എന്ന് പറയുന്ന എലമെൻ്റാണ്. അപ്പം അത്തരത്തിൽ നല്ല തോട്ട് ഇട്ട് എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഇനി ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ, ഷൺമുഖം എന്ന് പേരുള്ള ഒരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ വണ്ടിയോടുള്ള സ്നേഹം കാരണം എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബെൻസ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ബെൻസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ അംബാസഡർ കാറൊക്കെ ഓടിച്ച് അത്യാവശ്യം ചെറിയ ഓട്ടങ്ങളൊക്കെ എടുത്ത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോവുകയാണ്. അദ്ദേഹം സിനിമയിൽ സ്റ്റണ്ട് ആക്ടറായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ പണി നിർത്തിയപ്പോൾ അദ്ദേഹം അതെല്ലാം വിട്ട് ഈ കാർ ഓട്ടങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കാറ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു സിറ്റുവേഷനിൽ പോലീസിന് ഇന്ന് കാറ് തിരിച്ചു കിട്ടാനായിട്ട് ഷൺമുഖം ആവതും ശ്രമിക്കുന്നു, നടക്കുന്നില്ല. പക്ഷെ പിന്നീടും കാറിനോടുള്ള അദ്ദേഹത്തിൻ്റെ കാറിനോടുള്ള ഭയങ്കര സ്നേഹമാണ് അദ്ദേഹത്തിന്. പൊന്നുപോലെ ആ കാറിന് നോക്കുന്നത്, വേറെ ആൾക്ക് ഓടിയാൻ കൊടുക്കില്ല, അങ്ങനെയൊക്കെ. അങ്ങനെ കാറിനോടുള്ള ഭയങ്കരമായ സ്നേഹം കാരണം അദ്ദേഹം ഒരു ദിവസം രാത്രി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനുണ്ടാകുന്നു. അദ്ദേഹത്തോട് കാറ് വിട്ടു തരാനായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഷൺമുഖം ആ കാർ എടുത്ത് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ആ മുതിർന്ന ഉദ്യോഗസ്ഥൻ, എനിക്ക് തോന്നുന്നു SIO CIO ഇൻസ്പെക്ടർ എന്നാണ് പറയുന്നത്, അദ്ദേഹം വന്നിട്ട് പറയുന്നു, ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു കോൺസ്റ്റബിളിൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം, ഇനിയിപ്പോൾ വണ്ടിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഈ ഷൺമുഖത്തിൻ്റെ അല്ലെങ്കിൽ ബെൻസിൻ്റെ കൂടെ അവർ കാറിൽ യാത്ര ചെയ്യുകയാണ്. ബെൻസിൻ്റെ ഷൺമുഖത്തിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ലാലേട്ടനാണ്. പിന്നീട് തുറന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ. ഇത് സ്പോയിലറൊന്നുമല്ല, ഇതൊരു ക്രക്സാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഫസ്റ്റ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ ആദ്യത്തെ ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മണ്ണിടിച്ചിലാണ്. മണ്ണിടിച്ചിൽ മലവെള്ളം എല്ലാം കൂടെ ഒഴുകി വരുന്നൊരു സീനിൽ ഒരു ഫയർഫോഴ്സുകാർ പെട്ടെന്ന് വരുന്നു. ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തുമ്പോൾ ഒരു KSEBയിലെ ജീപ്പിൻ്റെ അകത്തു നിന്ന് ഒരാളെ വലിച്ച് പുറത്തെടുത്തിട്ട് പിന്നെ അയാൾ എന്തോ കാണുമ്പം ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സാറിനെ വിളിക്കുവാണ്. അപ്പോൾ അവിടെ വെച്ച് ആ ഫ്രെയിം കട്ട് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഷൺമുഖവും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതമൊക്കെയാണ്. അപ്പോൾ ഈ പ്രേക്ഷകൻ ആദ്യമേ തന്നെ ഒരു സസ്പെൻസിൻ്റെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം കഥ വളരെ നോർമലായിട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പ്രേക്ഷകൻ എപ്പോഴും ചിന്തിക്കും, ഇത് എങ്ങനെയാണ് ആ സീനുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്, ഇത് അവിടെ കാണുന്നത് എന്താണ്, കഥ എങ്ങനെയാണ് നമ്മൾ ആ കണ്ട സീനുമായി കണക്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനൊരു കോൺസ്റ്റൻറ്റ് ചിന്ത പ്രേക്ഷകൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ചിന്ത ബേസിക്കലി കാണുന്ന ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ സിനിമയിൽ വളരെ എൻഗേജ്ഡായിട്ട് കീപ്പ് ചെയ്യും. തരൺ മൂർത്തി അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഒരു പ്ലോട്ട് എഴുതിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കൂടിയും എല്ലാം കൂടെ പാത്രത്തിൽ വെച്ച് ഓഡിയൻസിന് ഫ്രണ്ടിലേക്ക് ഇതാണ് കഥ, ഇനി നമ്മൾ കളറെ പിടിക്കാൻ പോവുകയാണ്, അങ്ങനെ ഒരു രീതിയല്ല. ആ അവസാനത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് വരെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്താണ് ആക്ച്വലി സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ ബാക്ക് ആൻഡ് സ്റ്റോറി എന്നുള്ള രീതിയിൽ. അപ്പോൾ പ്രേക്ഷകനെ കണ്ടിന്യൂസ്ലി തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വളരെ നോർമലി കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിയിൽ തോന്നുമെങ്കിലും നമ്മൾ വളരെ എൻഗേജ്ഡ് ആയിട്ടാണ് ഇത് സിനിമ കാണുന്നത്. ആ ഓഡിയൻസിന് കംപ്ലീറ്റ്ലി സിനിമയ്ക്ക് അകത്തോട്ട് കൊണ്ടുവന്നിട്ട് തരൺ മൂർത്തി അതിൻ്റെ എക്സിക്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെങ്കിൽ ജേക്സ് ബിജോയുടെ മ്യൂസിക്, അതിൻ്റെ എഡിറ്റിങ്, ഡിറക്ഷൻ, തരൺ മൂർത്തിയുടെ എല്ലാം ടോപ്പാണ് ഈ സിനിമയിൽ. ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ് സിനിമയിൽ. നമുക്ക് ഒരിക്കലും ഒരു വേണ്ടാത്തൊരു മോശം സീനുണ്ടെന്നോ അല്ലെങ്കിൽ ഈ സീൻ കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു അങ്ങനെയൊന്നും തോന്നത്തില്ല. വളരെ നീറ്റായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലോട്ട് വരുവാണെങ്കിൽ, പെർഫോമൻസ് സൈഡിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് അതിഗംഭീരമാണ്. കിടിലൻ പെർഫോമൻസാണ്. അതും കിടിലൻ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ചില സീക്വൻസുകളിലൊക്കെ ആ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് പെർഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനോട് ചെയ്തിരിക്കുന്ന കുറച്ച് ആ ക്യാരക്ടറിനെ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് എലമെൻറ്റ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ട്രെയിനിൽ വരുന്നു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ മരിച്ചു,
അപ്പോൾ മരണത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ട്രെയിനിൽ വരുവാണ്. അപ്പോൾ അദ്ദേഹം കരയുന്നു. അതൊരു സിംഗിൾ ഷോട്ടിൽ തീർക്കാവുന്ന സാധനമേ ഉള്ളൂ. പക്ഷേ കരയുമ്പോൾ തൊട്ടുപുറത്തേക്കുന്ന ഒരു കൊച്ചുകുട്ടി എന്തിനാണ് അങ്കിൾ കരയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫ്രെയിംസ് കാണുമ്പോഴാണ് ഓഡിയൻസായ നമുക്ക് തോന്നുന്നത് ഓക്കെ കൂടുതൽ കണക്റ്റ് ആവുന്നത്. ഓക്കെ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതി നമ്മൾ കണക്റ്റ് ആവുന്നത്. അങ്ങനെ ഒരുപാട് സീക്വൻസുകൾ. ആദ്യം ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻസിൽ ക്യാമറ വളരെ ക്ലോസ് ആയിട്ട് വെച്ചിട്ടാണ് ആ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് വയ്ക്കുമ്പോൾ ക്യാരക്ടറായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ 100 വാര അപ്പുറത്ത് കോട്ടിലൊക്കെ വന്ന് ഇറങ്ങുന്ന ഫ്രെയിമുകൾക്ക് പകരം വളരെ അടുത്ത് ഷോട്ട് കാണിക്കും. വളരെ ഈസി ആയിട്ടുള്ള പെർഫോമൻസാണ് ലാലേട്ടൻ അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഗംഭീരം പെർഫോമൻസാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു സീക്വൻസിൽ ഒരു സ്റ്റണ്ട് സീനുണ്ട്. ആ സ്റ്റണ്ട് സീനായിട്ട് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് സ്റ്റണ്ട് സീനാണ്. അവിടെ നിന്ന് അദ്ദേഹം പിന്നെ ചാടി വരുന്ന ഒരു ഷോട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വിൻഡോയ്ക്കകത്തൂടെ എന്തൊരു മെയ് വഴക്കത്തോടെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓരോ റോളിലും ശോഭനയായിട്ടുള്ള പിന്നെ ഡയലോഗ്സിലായാലും ആക്ടിങ്ങിലായാലും നമ്മളിൽ എമ്പുരാനിൽ എന്ത് കാണാൻ കൊതിച്ചുവോ ആ ഒരു ലാലേട്ടനെ തുടരും എന്നുള്ള സിനിമയിൽ തരുൺ മൂർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളി അറ്റംപ്റ്റ് ചെയ്യേണ്ട സ്ക്രിപ്റ്റ്സും പുള്ളി ചെയ്യേണ്ട റോളുകളും ഒക്കെ ഇങ്ങനത്തെയാണ്. പുള്ളിയുടെ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ഹിം എന്നുള്ള രീതിയിൽ ഗംഭീര പെർഫോമൻസാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്ന ആക്ടറാണ്. അദ്ദേഹത്തിന് ഞാൻ അധികം സിനിമകളിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. പക്ഷേ അടിപൊളി പെർഫോമൻസാണ് ആ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്നത്. ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് എന്തൊരു കിടിലമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരുന്നത്. പുള്ളിയുടെ പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പത്രം സിനിമയിലെ NF വർഗീസിൻ്റെ വിശ്വനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെയാണ് ഓർമ്മ വന്നത്. അവളുടെ സൗണ്ട് പുള്ളിയുടെ സൗണ്ടാണോ ഡബ്ബിംഗ് ആണോ എന്നറിയത്തില്ല, പക്ഷേ അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ചില ഫ്രെയിമിലൊക്കെ വന്നു നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ടവറിങ് സീനൊക്കെയാണ്. ആ പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും എല്ലാം നല്ല രീതിയിൽ പുള്ളിക്കാരൻ ആ ക്യാരക്ടറിനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പപ്പുവിൻ്റെ മകൻ ചെയ്തിരിക്കുന്ന വേഷം പോലീസ് ഓഫീസറുടെ വേഷം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശോഭന, ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിന്നെ വില്ലനും നായകനും ലാലേട്ടനും ആ വില്ലനായിട്ട് അഭിനയിച്ച ആളും രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് റോളുകൾ ഇനി സിനിമയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ഒരു ആക്ടറാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് വളരെ ഈസിയായിട്ട് അദ്ദേഹം ആ റോള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ പറഞ്ഞത് ഒരു പുതിയ ആണെങ്കിൽ എനിക്കറിയത്തില്ല, ആണെങ്കിൽ കൂടി അദ്ദേഹം ആ റോള് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഓവറോൾ ഒരു ഓഡിയൻസ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നല്ല സിനിമയാണ്. നമുക്ക് തിയേറ്ററിൽ ഫാമിലിയോടെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമുക്കൊരിക്കലും ഇതിൻ്റെ അകത്ത് ഈ സീൻ മാറ്റണമെങ്കിൽ നല്ലതായിരുന്നു, തന്നെ കുറച്ചും കൂടി ട്രിം ചെയ്യാമായിരുന്നു, അങ്ങനെയൊന്നും തോന്നില്ല. ഇനി ഇതിൻ്റെ പോരായ്മകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പോരായ്മകളാണ് എനിക്ക് മെയിൻലി തോന്നിയത്. അതൊരു പോരായ്മയായിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഈ സിനിമ കാണുമ്പോൾ തോന്നിയ ഒരു ഇതാണ്. ഒന്ന്, ഇച്ചിരി ടൈം എടുത്താണ് ഈ സ്റ്റോറി പിക്കപ്പ് ആവുന്നത്. അത്ര എളുപ്പത്തിൽ 1 തുടങ്ങി 2 പിക്കപ്പായി അങ്ങനെ പോകുന്നൊരു സ്റ്റോറിയല്ല, കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഒരു പക്ഷേ ഇതൊരു സ്ലോ പേസ്ഡ് ആണ് അറ്റ് ദ ബിഗിനിങ് എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം. പിന്നെ 2, ദൃശ്യമായിട്ട് ചെറിയ സാമ്യതകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കഥയും ഒരു സാമ്യതയില്ല, പക്ഷേ എക്സിക്യൂഷനിൽ ചില സാമ്യതകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ആ വിഷ്വൽസ് വരുമ്പോൾ അല്ലെങ്കിൽ ആ സീൻസ് വരുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഓവറോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ലാലേട്ടൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് തുടരും. തിയേറ്ററിൽ തന്നെ കാണാം, അതിനുള്ള എല്ലാ എലമെൻസും സിനിമയ്ക്കകത്തുണ്ട്. നല്ലൊരു മൂവി എക്സ്പീരിയൻസ് കൊണ്ടുവരാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്തായാലും എല്ലാവരും തിയേറ്ററിലോട്ട് തന്നെ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഒരു കാര്യം, ഞാൻ എമ്പുരാൻ്റെ എമ്പുരാൻ്റെ ട്രെയിലറിൻ്റെ റിവ്യൂ ഇട്ട സമയത്ത് ലാലേട്ടൻ ഫാൻസ് എല്ലാം വന്നിട്ട് അതാണ് അങ്ങനെയാണ്, ഞാൻ ഇക്ക ഫാനാണ്, ഞാനൊരു മമ്മൂട്ടി ഫാനാണ്, ഞാനത് എൻ്റെ റിവ്യൂസിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു ബ്ലൈൻഡ് ഫാൻഡോ ഒന്നും ഞാൻ കീപ്പ് ചെയ്യാറില്ല. അത്തരം ഒരു ഏജൊക്കെ കഴിഞ്ഞു പോയി. ഐ എം വെൽ ബിയോണ്ട് ദാറ്റ്. സോ ഈ എന്താ പറയുക, അപ്പോൾ അന്ന് അവർ ട്രെയിലറിലൊക്കെ വന്നിട്ട് ട്രെയിലറിനെ പറ്റി ഞാനൊരു മോശം അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര രോഷാകുലരന്മാരായിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കാര്യമില്ല. സിനിമയെ പറ്റി എപ്പോഴും വളരെ പ്യുവറായിട്ടുള്ള, വളരെ നീറ്റായിട്ടുള്ള, ഒരു ബയാസും ഇല്ലാത്ത ഒപ്പീനിയൻസ് ആയിരിക്കും ചാനലിൽ എപ്പോഴും പറയുന്നത്. അത് ഞാൻ എൻ്റെ ഫാൻഡം വളരെ ക്ലിയറായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഘോഷിക്കുക. ലാലേട്ടൻ ഫാൻസിന് തിയേറ്ററിൽ അർമാദിച്ച് ആഘോഷിക്കാൻ പറ്റിയ പടമാണ്. അതിനുള്ള മാസ് എലമെൻസ് എല്ലാ സിനിമയിലുണ്ട്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.